ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വൃത്തം എന്താണെന്ന് നോക്കിയാലോ. വൃത്തം എന്ന് വെച്ചാൽ കവിതയിൽ പണ്ട് കാലത്ത് വൃത്തമൊക്കെ വെച്ചാണ് കവിത എഴുതിയത്. ഒരു പദ്യം നിർണ്ണയിക്കുന്ന അളവുകോലിനെയാണ് വൃത്തം എന്ന് പറയുന്നത്. ഒരു വരിയിൽ ഇത്ര അക്ഷരം, അതിൽ ഇത്ര മാത്ര, ഇത്ര ലഘു, ഗുരു എന്നൊക്കെ ചേർത്താണ് വൃത്തം നിർണ്ണയിച്ചിരുന്നത്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത് എന്നാണ്. കേക, കാകളി, അന്നനട, കളകാഞ്ചി, മഞ്ചരി, അനുഷ്ടുപ്പ്, പുഷ്പിതാഗ്ര, വസന്തതിലകം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട വൃത്തങ്ങളാണ്. വൃത്തത്തെപ്പറ്റി വിശദമായ വീഡിയോ ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വൃത്തം എന്താണെന്ന് നോക്കിയാലോ. വൃത്തം എന്ന് വെച്ചാൽ കവിതയിൽ പണ്ട് കാലത്ത് വൃത്തമൊക്കെ വെച്ചാണ് കവിത എഴുതിയത്. ഒരു പദ്യം നിർണ്ണയിക്കുന്ന അളവുകോലിനെയാണ് വൃത്തം എന്ന് പറയുന്നത്. ഒരു വരിയിൽ ഇത്ര അക്ഷരം, അതിൽ ഇത്ര മാത്ര, ഇത്ര ലഘു, ഗുരു എന്നൊക്കെ ചേർത്താണ് വൃത്തം നിർണ്ണയിച്ചിരുന്നത്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത് എന്നാണ്. കേക, കാകളി, അന്നനട, കളകാഞ്ചി, മഞ്ചരി, അനുഷ്ടുപ്പ്, പുഷ്പിതാഗ്ര, വസന്തതിലകം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട വൃത്തങ്ങളാണ്. വൃത്തത്തെപ്പറ്റി വിശദമായ വീഡിയോ ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.